പകുതി വില കൊടുത്താൽ സ്കൂട്ടർ മുതൽ കമ്പ്യൂട്ടർ വരെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പ് കേരളത്തിൽ നടന്നു. 1000 കോടി രൂപയാണ് അതിൽ തട്ടിയെടുക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് പറയുന്നു. വിവിധ പാർട്ടികളിൽ CPM ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾക്ക് പണം കിട്ടിയെന്ന് പറയുന്നു. CPMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പേര് വരുന്നു. ലാലി വിൻസെൻ്റ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറയുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ AN രാധാകൃഷ്ണൻ്റെ പേര് വരുന്നു. AN രാധാകൃഷ്ണൻ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ പ്രതിയായ അനന്തു കൃഷ്ണൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുമ്പോൾ ANRന് കാശ് കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സൊസൈറ്റിയായ ഷൈനിനാണ് പൈസ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. ഇങ്ങനെ ഈ വിവാദം അങ്ങനെ കത്തിപ്പടരുമ്പോൾ വളരെ പെട്ടെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായ മുൻ ജഡ്ജി, ഇപ്പോഴും ജുഡീഷ്യൽ ചുമതലയാണ് കമ്മീഷൻ എന്ന നിലയിൽ വഹിക്കുന്നത്, അദ്ദേഹം കേസിൽ പ്രതിയാവുന്നു. AN ആനന്ദകുമാർ എന്ന് പറയുന്ന ഒരു നന്മമരം, അദ്ദേഹം സായി സേവാ ട്രസ്റ്റ് ഓർഫനേജോ എന്തോ ശ്രീ സത്യസായി ബാബയുടെ പേരിൽ കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. അദ്ദേഹമാണ് ഈ തട്ടിപ്പ് NGO കോൺഫെഡറേഷൻ്റെ ചെയർമാൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ ധാരണ തിരുവനന്തപുരത്ത് എവിടെയോ സായി സേവാ കേന്ദ്രം എന്ന പേരിൽ നല്ല നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. സത്യസായി ബാബ മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അദ്ദേഹത്തോടൊന്ന് നിർമ്മിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തന്നെ ചില ആളുകൾ, നമ്മളൊരു വീഡിയോ പറഞ്ഞു അത് നല്ല നിലയിൽ നടക്കുന്ന സ്ഥാപനമൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ വിളിക്കുകയും സായിബാബയൊന്നും അവിടെ വന്നിട്ടില്ല, ഇന്ത്യയിൽ സായിബാബയുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഇടത്ത് കേട്ടിട്ടില്ല. ഇത് സായിബാബയുടെ പേരിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനമാണ്. പുട്ടപർത്തിയിലെ സായി ആശ്രമവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അല്ലാതെ ആളുകൾക്കൽ സായിബാബ ഭക്തരായ ആളുകൾ മുഴുവൻ അങ്ങോട്ട് ചെന്ന് അങ്ങനെ അദ്ദേഹം ഒരു പ്രസ്ഥാനമായി മാറി. എല്ലാവരും, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പോലും സായി കേന്ദ്രത്തിൻ്റെ KN ആനന്ദകുമാർ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിലൊക്കെ പങ്കാളിയായത് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അനന്തകൃഷ്ണൻ പറയുന്നത്, എനിക്ക് ഈ ഫണ്ടൊക്കെ സമാഹരിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നത് ഈ ആനന്ദകുമാറാണ്, അദ്ദേഹം അത് ചെയ്തില്ല, അദ്ദേഹത്തിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ സ്കൂളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ സായി എന്നുള്ള പേരിൽ കിട്ടിയതായിരിക്കും. എല്ലാവരും സത്യസായി ട്രസ്റ്റിൻ്റെ പുട്ടപർത്തിയിലെ ആ വലിയ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരു കേരളത്തിലെ വിങ് എന്നാണ് കരുതിയിരുന്നത്. ഏതായാലും വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെ കുറിച്ച് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാറിന് എന്താ പറയാനുള്ളത്? മലയാളി എത്ര തട്ടിക്കപ്പെട്ടാലും പഠിക്കില്ല. ഈ അടുത്തിടയ്ക്കാണ് ഒരു ഹൈക്കോടതി മുൻ റിട്ടയർഡ് ജഡ്ജി നോട്ട് 800 ഇരട്ടിയോ 80 ഇരട്ടിയോ കാശ് അദ്ദേഹം കൊണ്ട് പൈസ ഒരു തട്ടിപ്പ് സംഘത്തിന് കൊടുത്ത് 89 ലക്ഷം രൂപ മറ്റോ കൊടുത്തു. അതിൻ്റെ എത്ര 8 ഇരട്ടിയോ 80 ഇരട്ടിയോ അവരെ കിട്ടുന്നത്? 890 ഇരട്ടി. എൻ്റെ ദൈവമേ, 89 ലക്ഷം രൂപ. അതായത് ഹൈക്കോടതിയിലിരുന്ന് ഒരുപാട് കേസുകളിൽ ന്യായാന്യായങ്ങൾ തീർപ്പാക്കിയ, നീതി നടപ്പാക്കിയ ഒരു ന്യായാധിപൻ പോലും പെട്ടിരിക്കുന്നു. പ്രായം എത്ര കഴിഞ്ഞാലും മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി ശമിക്കുന്നില്ല. ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞ പരിപാടി, അതിനെപ്പറ്റി നീണ്ട പരമ്പര എഴുതിയ ആളാണ് ഞാൻ, മലയാളം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ ആ കാലത്ത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആ സമയത്ത് ഇത് വായിച്ചിട്ടുണ്ട്, ആട് തേക്ക് മാഞ്ചിയം. വർഷങ്ങൾക്ക് മുമ്പല്ലേ? ഒരുപാട് വർഷം മുമ്പാണല്ലേ? 1995. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആട് തേക്ക് മാഞ്ചിയത്തിലാണ് ആദ്യമായിട്ട് ഗ്രാഫിക്സ് വരുന്നത്. കാരണം ഇത്ര കൊടുത്താൽ ഇത്ര തരും എന്നൊക്കെ പറയുന്നത് വെച്ചാൽ, അന്ന് ബാങ്കിങ് വിദഗ്ധനായ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ആട് തേക്ക് മാഞ്ചിയത്തിൻ്റെ ഒരു പ്രധാന മലയാള ഈ പത്രങ്ങളിൽ ആദ്യമായി ഗ്രാഫിക്സുകൾ വരുന്ന അങ്ങനെയാണ്. അത് എനിക്ക് ഈ മനുഷ്യർക്ക് ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കാവുന്ന വിധത്തിൽ ഇത്ര മരം വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര തരും എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഗ്രാഫിക്കലി തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ബാങ്കിങ് രംഗത്തൊക്കെ ഉണ്ടായിരുന്ന CS രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ, അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ഉണ്ടാക്കി തരികയും നമ്മുടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്തത്. CS രഞ്ജിത്ത് പിന്നീട് കഴിഞ്ഞ ഊഴത്തിൽ പിണറായി വിജയൻ്റെ വികസനോപദേഷ്ടാവായിരുന്നു രഞ്ജിത്ത്. CS രഞ്ജിത്തിനെ പറ്റി പെട്ടെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മുഹമ്മദ് യൂനുസിനെയും നല്ല പരിചയമുണ്ട്. അദ്ദേഹം രാജ്യാന്തര തലത്തിലൊക്കെ യാത്ര ചെയ്ത് UN ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ മാന്യമായി ചെയ്യുന്ന ഒരാളാണ്. മുമ്പ് EMSൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ മകനാണ് അദ്ദേഹം, രഞ്ജിത്താണെന്ന് ചെയ്തിരുന്നത്. ഈ
അത് കഴിഞ്ഞിട്ട് 1996 ഈ KN ആനന്ദകുമാർ എന്ന് പറഞ്ഞ അവതാരം ഉണ്ടാകുന്നത്. സത്യസായി ബാബയുമായിട്ട് പുലബന്ധം പോലും ഇല്ല. അദ്ദേഹം കൊച്ചിക്കാരനാണെന്ന് തോന്നുന്നു അല്ലേ? എന്നെ ഒരാൾ വിളിച്ചിരുന്നു, കുറേ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട് ഈ നിങ്ങൾ പറയുന്ന പോലെയല്ല ആനന്ദകുമാർ. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ കേട്ടിട്ടുള്ളത് പോസിറ്റീവായ കാര്യങ്ങളാണ്. സായി സേവാ കേന്ദ്രം നടത്തുന്നു, അനാഥാലയം നടത്തുന്നു. എനിക്ക് പക്ഷേ ഈ KN ആനന്ദകുമാറിനെ പറ്റി മുമ്പേ സംശയമാണ്. അല്ല, എന്നോട് ഒരാൾ പറഞ്ഞത്, ഞാനപ്പോൾ അത് എന്നെ വിളിച്ച ആളോട് പറഞ്ഞു അദ്ദേഹം അവിടെ വളരെ പ്രശംസനീയമായ രീതിയിൽ നടത്തുന്നു. സായിബാബയൊക്കെ വന്നിട്ടുള്ള സ്ഥലമല്ലേ, അത് സായി ഗ്രാമമൊക്കെ നടത്തുന്നു. എനിക്കൊരു ദിവസം പോകണമെന്ന് ആഗ്രഹമുണ്ട്, പോയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, ഇദ്ദേഹത്തെക്കുറിച്ച് കുറേ ഡോക്യുമെൻ്റ് തരാം, നിങ്ങൾ അത് വെച്ചൊരു സ്റ്റോറി ചെയ്യുമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഡോക്യുമെൻ്റ് കൊണ്ടുവരും, നോക്കട്ടെ. ഇപ്പോഴും നമുക്കറിയില്ല അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആനന്ദകുമാറിൻ്റെ ആത്മകഥ 3 ഭാഗങ്ങളിൽ ഉണ്ട്. ഓ, അത് ശരി, അത്ര വലിയ ചരിത്രമുള്ള ആളാണ്. അതെ, കാരണം അതെങ്ങനെയാണെന്നറിയാമോ, നീളം കൂടുക, ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും ഒക്കെ എഴുതി വെക്കുമല്ലോ. അത് ശരി. അപ്പം ഇതിപ്പോൾ നമ്മളുടെ ആത്മകഥ അങ്ങനെയാണെങ്കിൽ 40 ഭാഗമൊക്കെ വരണം. നമ്മളിവിടെ ചെയ്ത ഓരോ വീഡിയോയുടെ അതിൻ്റെ കഥയൊക്കെ പറയുക, ഓരോ സിനിമ പാട്ടിൻ്റെ കഥ, ഓരോ സിനിമയുടെ കഥയൊക്കെ ആളുകൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നീളം കൂടില്ലേ, സഫാരി ചാനലൊക്കെ കാണാറില്ലേ. അപ്പം അങ്ങനെ അതിൽ ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് ഉണ്ടാക്കിയ ഡേറ്റ് പറയുന്നത് ജൂൺ 17, 1996. വളരെ ചുരുങ്ങിയ കാലമുള്ളൂ, 96 അപ്പോൾ 1/4 നൂറ്റാണ്ട് നമുക്ക് കൂട്ടാം. അപ്പം എപ്പോഴാണ് ഈ സത്യസായി ബാബ കേരളത്തിൽ വന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നു കേട്ടോ. അവിടെ ചെന്നിരുന്നു എന്നോ? വന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, ഞാൻ ധരിച്ചു വെച്ചത് അങ്ങനെയാണ്. ഈ സായിബാബ ഒന്നാമത് വളരെ അപൂർവമായിട്ടല്ലേ യാത്ര ചെയ്യുന്നത്. 1990 ആകുമ്പോഴേ 96 ആകുമ്പോഴേക്കും അവിടെ ഒരു ആക്രമണമൊക്കെ നടന്ന് ഓർക്കുന്നില്ലേ, ആഭ്യന്തര കൊലപാതകമൊക്കെ നടന്നു. അതൊക്കെ നടന്നതല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് യാത്രയേ ഇല്ല. അത് ഭഗവന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളൊക്കെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു അധികാര തർക്കമായിരുന്നു. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ ആനന്ദകുമാറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഓർഫണേജ് എനിക്ക് സംശയം തോന്നി എന്താണെന്ന് വെച്ചാൽ, ഈ ടെലിവിഷൻ്റെ ആദ്യകാലത്ത് ഈ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്പോൺസേർഡ് പരിപാടി, അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ടിവിക്ക് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എനിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാണല്ലോ കാശ് ടിവിക്ക് പൈസ കൊടുക്കുന്ന, കൂടുതൽ പൈസ കിട്ടാൻ മാർഗം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ കച്ചവട താല്പര്യമാണ്. അതിൻ്റെ ഒരു മ്യൂസിക് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് ആദ്യകാലത്താണ്. ഈ 1996 എന്നൊക്കെ പറയുന്ന ഏഷ്യാനെറ്റൊക്കെ ഉണ്ടായി വരികയൊക്കെ ചെയ്യും. നമ്മളിത് പറയുമ്പോഴും ഇദ്ദേഹം കുഴപ്പം കാണിക്കുന്ന ആളാണെന്നുള്ളതിന് തെളിവൊന്നും നമ്മുടെ ഇല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. അദ്ദേഹം 2 കേസിലും മറ്റോ പ്രതിയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞിട്ടുമില്ല, മാധ്യമങ്ങളിലും പറഞ്ഞിട്ടില്ല. ഞാൻ 6 മാസം മുമ്പ് താൻ രാജിവെച്ചു എന്നല്ലാണ്ട് ഒരു ദീർഘമായ ഒരു ഇദ്ദേഹം പൊതുരംഗത്ത് നിൽക്കുകയും ഒരുപാട് ആളുകൾ ഈ സായി ട്രസ്റ്റിനെ സഹായിക്കുകയും ഒരുപാട് ആളുകളുടെ കയ്യിലെ പണം അല്ലെങ്കിൽ CSRO എന്തെങ്കിലുമായിട്ട് അങ്ങനെ പണം, ജനങ്ങളുടെ പണമാണല്ലോ, വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ കാര്യമായ ഒരു വിശദീകരണം അദ്ദേഹം നൽകേണ്ടതാണ്. അതിൻ്റെ അദ്ദേഹത്തിന് നല്ലതാണ്. ആനന്ദകുമാറിനെ പറ്റി പോസിറ്റീവായിട്ട് ഞാനും ഒരു കാര്യം പറയട്ടെ, നല്ല തലയെടുപ്പുള്ള ഒരാളാണ്. അതാണ് കണ്ട ഒരു ഗ്രേസ് ഉള്ള ആളാണ്. കാരണം ഈ തിടമ്പേറ്റാവുന്ന ആനയാണ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ആണെന്നൊക്കെ ആളുകൾക്ക് തോന്നുകയും ഇവിടുത്തെ വലിയ മുഖ്യമന്ത്രി, ഹിന്ദു മുഖ്യമന്ത്രി എന്നൊക്കെ പറയാം, ആ ഭാഗത്തു നിന്നൊക്കെ വലിയ സഹായം തുടക്കകാലത്ത് കിട്ടുകയൊക്കെ ചെയ്തു. കരുണാകരൻ്റെ ഒക്കെ അങ്ങ് എല്ലാവരും അവിടെ പോകാത്ത രാഷ്ട്രീയ നേതാക്കൾ V ശിവൻകുട്ടി വരെ പോയിട്ടുണ്ടല്ലോ. അല്ല, അതൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറയുന്നു, നമ്മൾ തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല, നമ്മൾ വസ്തുതയല്ലേ പറയുന്നത്. അതായത് അദ്ദേഹം സംശയത്തിന് നിഴലാണ്. അത് ദൂരീകരിക്കാൻ അദ്ദേഹം പരസ്യമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് പണം കിട്ടി എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം CSR ട്രസ്റ്റ് ഫണ്ട് കോർഡിനേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് ആ ഫണ്ട് ചാനലൈസ് ചെയ്യാൻ പറ്റിയില്ല, ഇതൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ആടുതേക്ക് മാഞ്ചുമൊക്കെ എഴുതുന്ന കാലത്ത് ആനന്ദകുമാറിൻ്റെ കയ്യിലുള്ളത് 9 അനാഥ ആൺകുട്ടികൾ മാത്രമാണ്. ആ സമയത്ത്, ആ പീരീഡിൽ
അതിലാണ് ഈ പിച്ച വെക്കുന്നത്. പിന്നെ വെച്ചടി കയറ്റം എന്ന് പറയുന്ന സംഗതിയാണ്. അതാണ് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് പിടികിട്ടാത്തത്. ഇതൊരു 111 പദ്ധതി 25 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ജീവകാരുണ്യ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതിനെ ഞാൻ പറയുകയാണ്. ആദ്യ ഘട്ടത്തിൽ സായി ഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതി 100 കോടി രൂപയുടെയാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അന്ന് എവിടുന്നാണ് ഈ 100 രൂപ കിട്ടിയത്? 100 കോടി രൂപ അല്ല, ആളുകളുടെയൊക്കെ സംഭാവനയായിരിക്കാം. കാരണം സായിബാബയുടെ പേരുള്ളതുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം, അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരുപാട് സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട്. ആറ്റിങ്ങലിൻ്റെ അടുത്ത് തോന്നയ്ക്കലിൽ 2017 സെപ്റ്റംബറിൽ തന്നെ ഇത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ 2017 സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ തുടങ്ങി പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സായി ഗ്രാമം എന്ന് പറഞ്ഞത്. 8 വർഷമായിട്ടുള്ളൂ. അത്രയേ ആയിട്ടുള്ളൂ. തോന്നയ്ക്കലിൻ്റെ അടുത്ത് 2017 സെപ്റ്റംബർ. അത് ഉദ്ഘാടനം ചെയ്തത് 2017 PJ കുര്യനാണ്. കുര്യൻ അന്ന് ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭയുടെ. അത് വി ശശി MLA ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സായി ഗ്രാമം ഇത്രയും 100 കോടിയൊക്കെ ഉണ്ടായത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സംഭാവനകൾ ഒഴുകിയതുകൊണ്ടും പ്രവഹിച്ചത് കൊണ്ടും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹം തുടക്കം മുതൽ അതിരില്ലാത്ത ഈ സത്യസായി ബാബയുടെ അനുഗ്രഹാശിസുകൾ അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വന്നതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഈ കാലവർഷം പോലെ കിട്ടിയിട്ടുണ്ടാവും, ബാബ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും പണം വരുമോ? അല്ലല്ല, ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഷിർദി സായിബാബയുടെയും ചിത്രം കാണാം. സത്യസായിബാബ മാത്രമല്ല, ഷിർദി സായിബാബയുടെ പുനരവതാരമാണ് സത്യസായിബാബ എന്നാണ് വിശ്വസിക്കുന്നവരുണ്ട്. അതെ. അപ്പോൾ ഷിർദി സായിബാബ ഒരു സൂഫിയെ പോലെയൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ മുംബൈക്കടുത്ത് മഹാരാഷ്ട്രയിലാണല്ലോ. അതെ, അപ്പോൾ ഷിർദിയിലാണ്. അപ്പോൾ ആ ചിത്രവും കാണാം. അപ്പോൾ ആ തുടക്കത്തിൽ ഈ സായിബാബയുമായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് പുട്ടപ്പർത്തിയിലെ അവരുമായിട്ട് അറിഞ്ഞ് നടന്നിട്ടുള്ളതല്ല. അല്ല. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു സായി നിലയം എന്നൊക്കെ പറഞ്ഞ ഇവിടെയൊക്കെ ഉണ്ട്, എറണാകുളത്തുണ്ട്, നമ്മുടെ വാര്യൻ റോഡിലെ ആ കാലത്തൊക്കെ പല സ്ഥലത്തും ലക്ഷ്മി ഹോസ്പിറ്റലിനടുത്ത മറ്റൊരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. അതൊക്കെ പുട്ടപ്പർത്തിയിലുള്ള സായി ഭക്തരുടെ അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഈ ഇദ്ദേഹത്തിൻ്റെ സംഗതികളുമൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വലിയ പ്രിൻസിപ്പിൾസും, പിന്നെ 5 ലക്ഷം രോഗികൾക്ക് ഈ ശ്രീ സത്യസായി ഓർഫണേജ് ഡയാലിസിസ് സൗകര്യം ചെയ്തു കൊടുത്തത് ലോക റെക്കോർഡാണ് എന്നും അവകാശപ്പെടുന്നു. 5 ലക്ഷം രോഗികൾക്കാണോ 5 ലക്ഷം ഡയാലിസിസ് നടത്തിയതാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 5 lakh പേഷ്യൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശരി, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ വലിയ അതായത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി CSR ഫണ്ട് എന്തായാലും ഈ പരിപാടിയിലേക്ക് വന്നിട്ടില്ല. ഈ സായിക്ക് വന്നിട്ടില്ലെന്നോ അതോ ഈ പകുതി വില പരിപാടിക്ക് വന്നിട്ടില്ല. ഇദ്ദേഹം അത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടാണ് എന്നെ പറ്റിച്ചതെന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. മറ്റേത് ഒരുപാട് വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നു അമൃതാനന്ദമയി ട്രസ്റ്റിന് വരുന്നുണ്ട് എന്നെനിക്കറിയാം. ഏതായാലും ആളുകളുടെ മുന്നിൽ പുട്ടപർത്തിയിലുള്ള സായി കേന്ദ്രത്തിൻ്റെ സായിബാബ ആശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് ഇത് കരുതിയിരുന്നത്. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഈ ആനന്ദകുമാർ കൊണ്ടുവരും എന്ന് ഈ അനന്തു വിശ്വസിച്ചിരുന്നിരിക്കാം. അനന്തു പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളാണ്. 14ാമത്തെ വയസ്സ് മുതൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ കാലം മുതലേ കേസും കൂട്ടങ്ങളും ഒക്കെ 17ാമത്തെ വയസ്സിലും ഒക്കെ കേസുണ്ട് പല ആ കാലം തൊട്ട്. അപ്പം അങ്ങേര് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ പഠിച്ച് വരികയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അല്ല, നമ്മൾ ഇന്നലെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും ചോദിച്ചു, നിങ്ങൾ CNRനെ കുറിച്ച് ചെയ്തു, എന്താ പിന്നെ എന്തിനാണ് ആനന്ദകുമാറിനെ കുറിച്ച് പറയാത്ത? അദ്ദേഹവും പ്രതിയല്ലേ? നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പുട്ടപർത്തിയിലെ ആശ്രമത്തിൻ്റെ ഭാഗമാണ് സായി
കേന്ദ്രം തിരുവനന്തപുരത്ത് നിന്ന് കരുതിയിരുന്നു. അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ഇദ്ദേഹം കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലോ ഫോർട്ട് കൊച്ചിയിലോ മറ്റോ ഉള്ള ഒരാളാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇപ്പോൾ പ്രതിയായി ഇദ്ദേഹത്തിന് പണം കൊടുത്തു, ഇദ്ദേഹം ഈ പിരിച്ചെടുത്ത പൈസയിൽ ഒരു വിഹിതം ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം കൊടുത്തിരുന്നു എന്ന് അനന്തു പറയുന്നു. 2 കോടി രൂപ കിട്ടിയതായിട്ട് ആനന്ദകുമാർ സമ്മതിക്കുന്നുണ്ട്. അത് എന്തിന് വാങ്ങിച്ചു പുള്ളി? എന്തിനു വാങ്ങിച്ചു അത് അറിയണമല്ലോ. 2 കോടി രൂപ ഒരു ചെറിയ തുകയല്ല. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ അവർക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പോ തയ്യൽ മെഷീനോ സ്കൂട്ടറോ കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസയിൽ നിന്ന് 2 കോടി വാങ്ങിയെങ്കിൽ സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നത് അനന്തൂര് സഹായം ചോദിച്ച് ആനന്ദകുമാറിന്റെ അടുത്ത് പോകുന്നു. നിനക്ക് എൻ്റെ പേര് ഉപയോഗിക്കാൻ ഞാൻ ആ കോൺഫെഡറേഷൻ്റെ ചീഫ് മാസം 10 ലക്ഷം രൂപ എൻ്റെ ഫീസ് പേര് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭഗവാൻ സത്യസായി ബാബയുടെ പേര് ഉപയോഗിക്കുന്നതിന് പുട്ടപ്പുറത്തേക്ക് എത്ര കാശ് കൊടുക്കണം? അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനത്തെ ഒരാൾ പോലും ഈ സത്യസായി ഓർഫണേജിൽ വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നമുക്കും അറിയില്ല, പുട്ടപ്പുറത്തിയുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണല്ലോ. അതെ, സായിബാബ ഏതായാലും നല്ല രീതിയിൽ ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണെങ്കിൽ നമ്മൾ സർവാത്മന ഈ ആനന്ദകുമാറിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്കാകെയുള്ള ഡിമാൻഡ് ഒരു ഹിന്ദു സന്യാസി വര്യൻ്റെ പേരിലാണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കൾക്കും സായി ഭക്തർക്കും നാണക്കേടാണ്. കാരണം നമ്മൾ ഭഗവാൻ ഷിർദി ബാബയെയും സത്യസായി ബാബയെയൊക്കെ ആദരിക്കുന്നവരാണ്, കേരളത്തിലെ ഹിന്ദു സമാജമാകെ. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു ചുമതലക്കാരൻ തട്ടിപ്പുകാരനാണെന്ന് വന്നാൽ ആനന്ദകുമാറിനല്ല നാണക്കേട്, കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമാജത്തിനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാതെ വരും. അതെ, എനിക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ പുറകിൽ ഷിർദി സായിബാബയുടെ ചിത്രം കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. കാരണം മറ്റേ സത്യസായി ബാബയ്ക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഷിർദി സായിബാബയ്ക്ക് ഇതൊന്നും വേണ്ടായിരുന്നു. അതാണ് ഒന്നും വേണ്ടായിരുന്നു. അദ്ദേഹം ഈ ലോകത്തേ അല്ലായിരുന്നു. അങ്ങനത്തെ ഒരാൾ ആർതർ ഓസ്ബോൺ ആണ് ഷിർദി സായിബാബയുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് കോടതിയിൽ സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മൈൻഡ് ചെയ്യുക പോലും ഇല്ല. കാരണം കോടതിയായിട്ട് എന്ത് ബന്ധം? അദ്ദേഹം കോടതിയിലും പോയില്ല, പിന്നെ കോടതി ഒഴിവാക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ. പക്ഷെ ആനന്ദകുമാറിന്റെ അവസ്ഥ അതാണോ? അതെ, ആനന്ദകുമാർ ഇപ്പൊ FIR വന്നു കഴിഞ്ഞു. അതെ, അപ്പോൾ അല്ല, അനന്തകൃഷ്ണൻ ആനന്ദകുമാറിന്റെ പേര് ഉപയോഗിച്ചൊരു മാസം 10 ലക്ഷം രൂപ വീതം കൊടുത്തെങ്കിൽ സത്യസായി ബാബയുടെ പേര് ഉപയോഗിച്ച ആനന്ദകുമാറിന് അവസാനം ഭഗവാൻ കൊടുത്തതായിരിക്കും ഈ കേസും പുക്കാറും. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം വിശദീകരിച്ചാൽ നമ്മൾ അതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മളത് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.